بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ചതമ്പുരാൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കേൾവിയും സംസാരവും എല്ലാം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന നിമിഷങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഓർമ്മകള് നമ്മൾ പുതുക്കുന്ന ഒരു സമയമാണ്. ഇപ്പോ മുഹറം, ഹിജ്റ, അതുപോലെ തന്നെ ഉമ്മത്ത് മുസ്ലിമോ എന്നൊരു ടൈറ്റിലിന് കീഴിലാണ് ഇന്നിപ്പോ നമ്മളോട് സംസാരിക്കുന്നത്. ശരിക്കും മുഹറം വരുമ്പോ ഹിജ്റയെ കുറിച്ച് ചർച്ച വരുന്നത് കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ചില ആളുകൾക്ക് എന്നല്ല, എനിക്ക് തോന്നാറുള്ളത് ഒരു 90-95% ആളുകൾക്കെങ്കിലും ഹിജ്റ നടന്നത് എന്തോ മുഹറം മാസത്തിലാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഹിജ്റ നടന്നത് മുഹറം മാസത്തിലായതുകൊണ്ടല്ല നമ്മള് ഹിജ്റയെ കുറിച്ച്, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പലായനത്തെ കുറിച്ച് മുഹറത്തിൽ ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ നടന്ന വർഷം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 കൊല്ലം പൂർത്തിയാക്കി 14ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം മദീനയിലേക്ക് പോയി. ആ ഒരു 13ാമത്തെ വർഷമുണ്ട്, 13 വർഷം കഴിഞ്ഞ സമയമുണ്ട്. ആ സമയമാണ് ഇസ്ലാമിനൊരു കലണ്ടർ വെച്ച സമയത്ത്. അതാണ് 1ാമത്തെ വർഷമായിട്ട് സ്വീകരിച്ചത്. അതായത് ഹിജ്റ നടന്ന വർഷമാണ് 1ാമത്തെ വർഷമായി സ്വീകരിച്ചത്. ഹിജ്റ നടന്ന വർഷം 1ാമത്തെ വർഷമായി സ്വീകരിച്ചത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ 1447 നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പുതിയൊരു ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഹിജ്റ നടന്നിട്ട് ഇത്ര വർഷമായി എന്നാണ്, അതല്ലെങ്കിൽ ഹിജ്റ നടന്ന വർഷം സംഭവിച്ചിട്ട് ഇത്ര വർഷമായി എന്നാണ് അതാണ്. അതേസമയം നമുക്ക് അതിൽ വേറെ ഒരു കാര്യമുണ്ട്, ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രശസ്തമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അതേസമയം ഒരു കലണ്ടർ ഇസ്ലാമിന് വേണ്ടി, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തീരുമാനിച്ചപ്പോ, അതായത് നമുക്കറിയാം ഒരു കലണ്ടർ എന്നുള്ളത് സ്വാഭാവികമായിട്ട് മുഹറം മാസം വെച്ചാണ് തുടങ്ങുക. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ഇങ്ങനെയുള്ളത്. അതിൻ്റെ ഒരു അറബികൾക്കിടയിൽ നേരത്തെ ഉണ്ട് മുഹറവും സഫറും, ഈ മാസങ്ങളൊക്കെ നേരത്തെ ഉണ്ട്. പക്ഷെ ആ മാസങ്ങൾ നേരത്തെ ഉണ്ട്. പക്ഷെ ആ ഒരു കലണ്ടർ ഇസ്ലാമിക ലോകത്ത് തുടങ്ങുന്നത് ഈ മാസം വെച്ചുകൊണ്ട് ഹിജ്റ നടന്ന വർഷം മുതൽക്കാണ് അതിനെ എണ്ണി തുടങ്ങിയത്. റസൂലിന്റെ ഹിജ്റ 1ാം വർഷം. നമ്മള് ക്രിസ്തുവിന്റെ ജനനം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഈ കോമൺ എറയെ സൂചിപ്പിച്ചുകൊണ്ട് പറയാറുണ്ടല്ലോ, അതല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണം എന്നൊക്കെ സൂചിപ്പിച്ച് പറയാറുണ്ട്. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് നിദാനമായ വളരെ പ്രധാനപ്പെട്ട ചരിത്ര സന്ദർഭമാണ് ഹിജ്റ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമോ ജനനമോ, അതല്ലെങ്കിൽ ബദർ യുദ്ധമോ ഉഹദ് യുദ്ധമോ ഫത്ഹ് മക്കയോ, ഇതൊക്കെ വേണമെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരു കലണ്ടർ ഉണ്ടാക്കുന്ന സമയത്ത് തുടക്കം സൂചിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ അത് പറയാമായിരുന്നു. റസൂൽ ജനിച്ച വർഷം മുതൽക്ക് അങ്ങോട്ട് കണക്ക് കൂട്ടാം, അതല്ലെങ്കിൽ റസൂലിന് നുബുവത്ത് കിട്ടിയ വർഷം കണക്ക് കൂട്ടാം. ഇങ്ങനെയല്ല ചെയ്തത്. ഹിജ്റയാണ് അതിന് മാനദണ്ഡമാക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം പ്രാധാന്യപൂർവമാണ് സ്വഹാബിമാർ ഹിജ്റയെ കണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് അതിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. ഇപ്പൊ ഹിജ്റ സംഭവിച്ച മാസം ഏത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു മുൻഗണനാപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്നുള്ളത്, ഹിജ്റ നമുക്കറിയാം സഫർ 27-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ വിരിപ്പിൽ കിടത്തി അദ്ദേഹം പുറത്തിറങ്ങുന്നു.
ഈ 27 വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം നേരെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് എന്നാണ് പറയപ്പെടുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 3 ദിവസം അദ്ദേഹം സൗർ ഗുഹയിൽ ആണ് താമസിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 3 ദിവസം കഴിഞ്ഞു, അതായത് സഫർ 27-ന് 3 ദിവസം കഴിയുമ്പോൾ റബിയുൽ അവ്വൽ 1-ആണ്. റബിയുൽ അവ്വൽ 1-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം പലവിധ സഹനങ്ങളും ഇതൊക്കെ സഹിച്ച് യാത്ര ചെയ്ത് കുറേ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ യാത്രയൊക്കെ ചെയ്ത് ഏകദേശം നമ്മൾ അറിയുന്നതനുസരിച്ച് 8-നാണ് ഖുബയിലേക്ക് എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം മസ്ജിദ് ഖുബ എന്ന് പറയുന്ന ഒരു പള്ളിയാണ് ആദ്യമായി അവിടെ പണിയുന്നത്. ഖുബ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. ആ സ്ഥലത്തേക്ക് 8-ന് എത്തുന്നു, റബിയുൽ അവ്വൽ 8-ന് എത്തുന്നു. മദീനയിൽ എത്തുന്നത്, അതായത് മദീനയിൽ തൊട്ടടുത്ത പ്രദേശം തന്നെയാണ് ഈ ഖുബ എന്നുള്ളത്. പക്ഷെ മദീനയിലേക്ക് എത്തിച്ചേരുന്നത് റബിയുൽ അവ്വൽ 12-നാണ്. റബിയുൽ അവ്വൽ 12-ന് ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കറിയാം. റബിയുൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംഭവിച്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം സംഭവിച്ച ദിവസമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ യസ്രിബിൽ എത്തുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മുൻഗണനാപരമായ അഭിപ്രായം അർ-റഹീഖുൽ മഖ്തൂം പോലെയുള്ള കിതാബുകളിൽ മുബാറക് ഫൂരിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് ആ ദിവസമാണ് അവിടെ എത്തുന്നത്. അതായത് ഏകദേശം ഒരു 15 ദിവസം എടുത്തുകൊണ്ടുള്ള യാത്ര പ്രോസസ്സായിരുന്നു. ആ ഒരു യാത്രയുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ സംഭവിക്കാം. ഇപ്പോ ഹിജറ സംഭവിച്ചത് മുഹറത്തിലല്ല എന്നുള്ളത് പറയാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. പക്ഷെ അതേസമയം നമുക്ക് ഒരു മുഹറത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു റെസൊല്യൂഷന്, ഒരു തീരുമാനങ്ങൾക്ക്, നമ്മളെ കുറിച്ചുള്ള വിശകലനത്തിന്, നമ്മളെ പുതുക്കുന്നതിന്, നമ്മൾ പുതിയൊരു കൊല്ലത്തേക്ക് ഹജ്ജ് കഴിഞ്ഞ മാസം ഹജ്ജോടുകൂടിയാണ് ദുൽഹിജ്ജയോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്, ഒരു കൊല്ലം അവസാനിക്കുന്നത്. അത് ഹജ്ജോടുകൂടി പൂർത്തിയാവണം, മുഹറത്തോടു കൂടി തുടങ്ങുകയാണ്. അതായത് വലിയ ഇസ്ലാമിക ലോകം മൊത്തത്തിൽ ഒരുമിച്ച് കൂടുന്ന അവസാനത്തെ 12-ാമത്തെ മാസമാണ് എല്ലാ കൊല്ലം ഒരുമിച്ച് കൂടുന്നത്. ശരിക്കും നമ്മളവിടെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു പുതിയ ഒരു ആരംഭത്തിലേക്ക് നമ്മൾ കിടക്കുക. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചുള്ള പേഴ്സണലായ കുറെ റെസൊല്യൂഷനുകൾ, നമ്മളെ കുറിച്ചുള്ള ഇൻട്രോസ്പെക്ഷനുകൾ, വളരെ ആത്മപരിശോധനാപരമായ അംശങ്ങൾ കലർന്ന ചില നോട്ടങ്ങളൊക്കെ ആവശ്യമാണ്. അതെന്നും ഓരോ ദിവസത്തിൽ ആവശ്യമാണത്. കാരണം ഓരോ ദിവസവും പുതിയതാണ്. ഓരോ ദിവസവും നമുക്ക് അള്ളാഹു തരുന്നത് ഈ ദിവസം കൂടി നീ ജീവിച്ചു നോക്ക് എന്ന് പറയാനാണ്. അപ്പോ അതിനർത്ഥം നമ്മൾ വലിയ പ്ലാനുകളായിട്ട് പോകുന്ന മനുഷ്യന്മാരാണ്. പക്ഷെ അതേസമയം അള്ളാഹു നമുക്ക് തരുന്ന വലിയൊരു അവന്റെ ഒരു കരുണയാണ്. ഒരു ദിവസം നമുക്ക് കൂടുതൽ തരുന്നു. ആ ദിവസം കൂടുതൽ തരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ദിവസം അയാൾ എങ്ങനെ ചെലവഴിക്കുന്നു. കാരണം ഇവന് ഈ ഒരു ദിവസം കൊടുക്കാതിരിക്കാലോ. നമ്മൾ രാത്രി കിടന്നപ്പോ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ കമാ തഹ്ഫൽ ബിഹി ഇബാദക സ്വാലിഹീൻ എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണോ നിന്റെ തീരുമാനം, പടച്ചോനെ നീ ഇന്ന് രാത്രി ഉറങ്ങുമ്പോ എന്റെ ജീവൻ അങ്ങോട്ട് പിടിച്ചാൽ എന്നോട് നീ കരുണ കാണിക്കണം. ഇനി അതല്ല വിട്ടയച്ചാൽ നിന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ എങ്ങനെയാണോ നീ സംരക്ഷിച്ചു പോരുന്നത് അതുപോലെ സംരക്ഷിക്കണം. അപ്പൊ ഒരു ദിവസം തരുന്നത് പടച്ചവൻ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസി, ഒരു കൊല്ലം പടച്ചവൻ എനിക്ക് എക്സ്ട്രാ, അതായത് കഴിഞ്ഞൊരു മുഹറത്തിൽ നിന്ന് ഈ മുഹറത്തിലേക്ക് എത്തുമ്പോൾ ഒരു കൊല്ലം എക്സ്ട്രാ കിട്ടിയിരിക്കുന്നു. വേറെ ഞാൻ എവിടെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നുള്ളത് അയാൾക്ക് ആലോചിക്കാൻ വലിയ ബാധ്യത, ചെറുതല്ലാത്ത ബാധ്യത. അപ്പൊ അയാളുടെ ഒരു പെർഫോമൻസ് ലെവൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ തന്നെ നമ്മളോട് പറയുന്നത് ഈ ബെറ്റർമെന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മള് ഒരു മനിസ്തവ യൗമാഹു ഫഹുവ മഗ്റൂറുൻ എന്ന് സാധാരണഗതിയിൽ പറയപ്പെടാറുണ്ട്. ഒരാളുടെ 2 ദിവസം ഒരുപോലെ തന്നെ ആയാൽ അയാൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു, പിശാച് അയാളെ വഞ്ചിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒരുപോലെ ആവുക
എന്നുള്ളതിനേക്കാൾ നമ്മൾ പുറകിൽ പോയാലുള്ള അവസ്ഥ അതിഭീകരമായിരിക്കും. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിന്റെ കാര്യത്തിൽ പിശാച് അവനെ പറ്റിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ മുഹറത്തെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിന്, ആലോചിക്കുന്നതിന് ആത്മപരിശോധന അംശമുള്ള, അതായത് സെൽഫ് ഇൻട്രോസ്പെക്ഷന്റെ, നമ്മൾ സ്വയം സെൽഫ് ഇൻസ്പെക്ഷന്റെ ഒക്കെ ഒരു വശം അതിലുണ്ട്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്, നമ്മളൊരു ദിവസത്തെ ഉപയോഗിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ 24 മണിക്കൂർ ഉപയോഗിക്കുന്നത്. 24 മണിക്കൂറിനൊക്കെ പല രീതിയിൽ വിഭജിച്ച് ഉപയോഗിക്കാവുന്നതാണ്. 6 നാലുകളാക്കി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ 8 മൂന്നുകളാക്കി ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യക്തിപരമായി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? 6 മണിക്കൂർ ഉറങ്ങുന്നു, അതുപോലെ തന്നെ 6 മണിക്കൂർ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, 6 മണിക്കൂർ നമ്മുടെ വർക്കിംഗ് ടൈം ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമൊക്കെയുള്ള ഈ സമയത്ത് എങ്ങനെ ശരിക്കും 24 മണിക്കൂർ തന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ്. ശരിക്കും ഒരാള് രാവിലെ എഴുന്നേൽക്കുന്ന സമയം പോലും ഇസ്ലാമികമായി അങ്ങനെയാണ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഒരാളുടെ സുബ്ഹ് നമസ്കാരം എന്ന് നമ്മൾ പറയുന്ന സുബ്ഹ് നിസ്കാരം പോലും യഥാർത്ഥത്തിൽ ഒരു സമയത്തിന്റെ പേരാണ്. ശരിക്കും സുബ്ഹ് നമസ്കാരത്തിന്റെ സമയം അറബി ഭാഷയില് രാത്രിയുടെ 11ാമത്തെ മണിക്കൂറാണ്. രാത്രിയുടെ 12ാമത്തെ മണിക്കൂറാണ് സ്വബാഹ്, രാത്രിയുടെ 11ാമത്തെ മണിക്കൂറാണ് സുബ്ഹ്, 10ാമത്തെ മണിക്കൂറാണ് ഫജ്ർ, 9ാമത്തെ മണിക്കൂറാണ് സഹർ. സഹർ എന്ന് പറഞ്ഞാൽ മത്താഴം എന്ന് പറയാറുണ്ടല്ലോ. ശരിക്കും ഈ സമയങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിനുശേഷം ഒരു പകലിന്റെ തുടക്കം ഷുറൂഖ് എന്ന് നമ്മൾ പറയും. ഈ നമ്മൾ ഉദയം എന്നൊക്കെ എഴുതി വെച്ച് കാണാറുണ്ടല്ലോ. പകലിന്റെ ആദ്യത്തെ സമയം ഷുറൂഖാണ്. പിന്നെ ബുക്കൂറാണ് രണ്ടാമത്തെ സമയം. ബുക്ര എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും അതായത് ഈ അറബി ഭാഷയിൽ സമയത്തിന് പോലും 24 മണിക്കൂറിനും 24 പേരുണ്ട്. അത്രമാത്രം ആ പേരുകളിൽ ആണ് ഇസ്ലാം ഈ 24 മണിക്കൂറിൽ 5 സ്ഥലത്താണ് 5 നിസ്കാരങ്ങൾ വെച്ചുള്ളത്. അപ്പോ ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തിൽ എത്ര ചിട്ടയുള്ള ആളായിരിക്കണം, എത്ര സമയത്തെക്കുറിച്ച് ബോധമുള്ള ആളായിരിക്കണം, അയാൾ എത്രത്തോളം ഓരോന്നിനു വേണ്ടിയും സമയം നീക്കി വെക്കുന്ന ആളായിരിക്കണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ്. ആ നിലയ്ക്ക് മുഹറത്തെ കുറിച്ച് ഒരു പുതിയൊരു കൊല്ലം വരുമ്പോ നമുക്ക് നമ്മളെ കുറിച്ച് എത്ര നമ്മുടെ വളർച്ചയുണ്ട്. നമ്മള് ഖബറിലേക്ക് അടുത്തപ്പോ അങ്ങനെയുള്ളൂ. ഇതാ കുന്ത ഫി ഇദ്ബാരിൻ വൽ മൗതു ഫി ഇഖ്ബാൽ എന്നാണ്. നീ എത്ര പുറകോട്ടടിച്ചു പോകുന്നു അത്രത്തോളം മരണം നിനക്ക് മുന്നോട്ടടിച്ച് വരുന്നുണ്ട്. എത്രത്തോളം നമ്മൾ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ നമ്മുടെ സമയം ക്ലോക്ക് ഖബറിലേക്ക് അടുത്തേക്കാണ്. അപ്പൊ അതിനോട് നമ്മൾ എത്ര വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാ, എത്രത്തോളം നമുക്കതില് പ്രിപ്പറേഷൻ സാധ്യമായി എന്നുള്ള, ഇതാണ് എന്റെ ഈ ഒരു ക്ലാസിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നത്. ഏത് ക്ലാസിന്റെ ആവട്ടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ടേക്ക് അവേ അതാണ്. ഏത് സംഗതിയിൽ നിന്നും നമ്മൾ ഒരു ടേക്ക് അവേ ആയിട്ട് എടുക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ എത്രമാത്രം അത് ശുദ്ധീകരിച്ചു, പ്യൂരിഫൈ ചെയ്തു, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ടേക്ക് അവേ ആയിട്ട് ഇത് നമുക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനെ ഏറ്റവും നന്നായി ആലോചിക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മുടെ ഒരു പ്രഭാത വേള തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സമയം. ആ സമയത്ത് 3 തരത്തിലുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന ആലോചനയാണ്. നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ, പിശാച് നമ്മളെ സമർത്ഥമായി പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാം. അതിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. ഈ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതൽ നമ്മൾ നമസ്കാരത്തിലും ദിക്റിലും തസ്ബീഹിലും ഒക്കെ ഉഷാറായിട്ടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ആലോചനയാണ്. കാരണം ഈ നമ്മള് ഇങ്ങനെ തസ്വീഫിന്റെ ആളുകൾ ചിലപ്പോ ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ മാറ്റി വെച്ച് എവിടക്കോ മാറ്റി വെച്ചിട്ടുണ്ടാവും നമ്മള്. അങ്ങനെ മാറ്റിവെക്കാനില്ല. അപ്പോ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങൾക്ക് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഒരു വിൽ പവർ അതിനനുസരിച്ചുണ്ടോ? അത് ഒരു ആലോചനയാണ്. രണ്ടാമത്തേത് നമ്മുടെ ഒരു ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. ഇന്റലക്ച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വലിയ ആളുകളുടെ വായനയുടെയും അതുപോലെ തന്നെ അവരുടെ അക്കാഡമിക്സിന്റെ ഒക്കെ താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ച് അത് വ്യത്യാസപ്പെടും. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ഈ ലോകത്ത് നിലനിൽക്കുന്നതിന്റെ ന്യായം ഇൽമുള്ളവരാകുക എന്നുള്ളത്.
ഇൽമുള്ളവരാകുക. ഇൽമ നേടുന്നു എന്നുള്ളതിന് അർത്ഥം ഒരാൾ ആലിമാവുന്നു എന്നുള്ളതല്ല. ഒരിക്കലും ഈ ലോകത്ത് അങ്ങനെ ആലിമുകൾ ആവുക എന്നുള്ളതല്ല ഇൽമ നേടുന്ന ലക്ഷ്യം. ജാഹിലാവാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ജാഹിലീയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാമാകുന്ന ഇൽമിന്റെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ഒരാൾ നേടുന്ന ഇൽമ അയാളെ പരമാവധി ജഹലിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഞാൻ എത്രത്തോളം ജഹലിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അതെല്ലാവരും ആലോചിക്കണം. കാരണം ഓരോ നിമിഷവും അയാൾക്ക് ജഹലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ രസകരമായൊരു വാക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അത് വായിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, അറിവിന് നാല് പകുതികളുണ്ട്, അല്ലെങ്കിൽ 4 കാല് ഭാഗങ്ങളുണ്ട്. 4 കാൽഭാഗങ്ങൾ ചേർന്നാൽ ഒരു മുഴുവൻ. അതിൽ ഒന്നാമത്തെ ഭാഗം എന്നുള്ളത്, ആ ഒന്നാമത്തെ ഭാഗത്തെത്തുമ്പോൾ മനുഷ്യന് തോന്നും എനിക്ക് ഫുൾ അറിവായി എന്ന് തോന്നും. അത് അറിവിന്റെ ആദ്യത്തെ കാൽഭാഗം നേടുമ്പോഴാണ് മനുഷ്യർക്കൊക്കെ വലിയ വിവരമുള്ളതായിട്ട് തോന്നുന്നത്. രണ്ടാമത്തെ കാൽഭാഗം എത്തുമ്പോ മനുഷ്യന് സ്വയം നിലക്ക് തന്നെ എനിക്കിനി കൂടുതലും പഠിക്കാനുണ്ടെന്ന് തോന്നും. അപ്പോഴാണ് രണ്ടാമത്തെ കാൽഭാഗത്തിലേക്ക് അയാൾ കയറുമ്പോഴാണ്, ക്വാർട്ടറിലേക്ക് കയറുമ്പോഴാണ് അയാൾക്ക് ഇനി പഠിക്കാനുണ്ടെന്ന് തോന്നും. മൂന്നാമത്തെ ക്വാർട്ടറിൽ എത്തുമ്പോഴാണ് അയാൾക്ക് ഞാൻ പഠിച്ചതൊന്നുമല്ലായിരുന്നു എന്ന് അയാൾക്ക് തോന്നുക. ഞാൻ പഠിച്ചതൊന്നുമല്ലായിരുന്നു, ഞാൻ ഇത്രയൊക്കെ ഉണ്ടല്ലേ എന്ന് തോന്നും. നാലാമത്തെ മർഹലയുണ്ട് അത്ര. നാലാമത്തെ മർഹല എന്താണെന്ന് വെച്ചാല് അയാൾക്ക് തോന്നും ഞാൻ എത്ര ജാഹിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രക്കേ അല്ലേ അറിവുള്ളൂ ദുനിയാവില്. കാരണം അത്രമാത്രം ആ അറിവിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് അയാൾക്ക് നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ അറിവുകളെ കുറിച്ച് പോലും പടച്ചോൻ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കുറച്ച് അറിവേ കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുക എന്നാണ്. അപ്പൊ ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞതാണ്. അപ്പൊ നമ്മളുടെ ഇന്റലക്ച്വൽ ഗ്രോത്ത്. മൂന്നാമത്തത് നമ്മുടെ ഒരു ഫിസിക്കൽ ഗ്രോത്ത് അല്ല, നമ്മുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മുടെ ഒരു ശാരീരിക തർബിയത്ത്, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആലോചനകൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഒരു വ്യായാമം, നമ്മുടെ എക്സസൈസ്. ഇതൊക്കെ ആളുകൾ മരണത്തെ പേടിച്ചിട്ടാണ് എക്സസൈസ് ഒക്കെ ചെയ്യാറുള്ളത്. അതിനു വേണ്ടിയിട്ടല്ല. ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വളരെ എനർജറ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റും, എന്തൂസിയാസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഓരോ ദിവസത്തെയും എക്സസൈസ്, വ്യായാമം, നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടുകൂടി എങ്ങനെ ജീവിക്കാം എന്നുള്ള ആലോചനയാണ് അതൊക്കെ തരേണ്ടത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മുടെ പ്രഭാത വേളയുമായിട്ട് ചേർത്ത് വെച്ചാൽ നമുക്ക് അരമണിക്കൂർ ഖുർആൻ ഓതാൻ സമയം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പല വിഷയങ്ങളിലും നമുക്ക് ചില ചെറുതല്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ, പ്രത്യേകിച്ചും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് ചെറുതല്ലാത്തൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇതാണ് മുഹറം എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു പുതിയൊരു റെസൊല്യൂഷൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പലർക്കും അങ്ങനെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ് അങ്ങനെയാണെങ്കിൽ അത് ഇസ്തിഖാമത്തോടുകൂടി പടച്ചോൻ നിലനിർത്തി തരട്ടെ. അല്ലാത്തവർക്ക് വലിയ ആലോചനക്ക് വകുപ്പുള്ള കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിൽ ഹിജ്റയെ കുറിച്ചാണ് പറയുക. ഹിജ്റ ഒരിക്കലും നേരിട്ട് മുഹറവുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് സഫർ 27 തുടങ്ങി റബിയുൽ അവ്വൽ 12 വരെ അങ്ങനെ ഒരു 15 ദിവസം നീളുന്ന ഒരു യാത്രയുടെ ഒരു പ്രോസസ് ആണെങ്കിൽ ആ യാത്രക്ക് മുമ്പേ 3 കൊല്ലത്തെ വേറെയും പ്രോസസ്സാണ്. കാരണം അത് ഏതോ ഒരു മാസമോ ഏതോ ഒരു സ്ഥലവുമായി ബന്ധപ്പെടുത്തിയതല്ല. ഇസ്ലാമിക ലോകത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഹിജ്റ. ആശയമാണ് എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ കുറെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് അറിയാമായിരിക്കും. അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ടൈം ലൈന് പറഞ്ഞാൽ അതിങ്ങനെ കുറെ ചരിത്രം നമുക്ക് പറയാം. അതിനുള്ള സമയമൊന്നും നമുക്കില്ല. ആ ചരിത്രം നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ്. പക്ഷെ ഹിജ്റ എന്നുള്ളത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷിആറാണ്. ഷിആർ മീൻസ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ്. അത്രത്തോളം ഗ്ലോറിഫൈ ചെയ്ത് ഇസ്ലാം പറയുന്ന ഒരു സംഗതിയാണ്. ഒരാളുടെ ഒരു എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഡിസ്പോസ് ചെയ്ത് ഒരാൾക്ക് ഓക്കെ ഐ എം റെഡി എന്ന് പറയാനുള്ള ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അപ്പൊ ഹിജ്റ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമല്ല, നിൽക്കുന്നിടത്ത് നിൽക്കക്കള്ളി ഇല്ലാതാവുക. ഇപ്പോ ഇന്ത്യയിൽ ഇപ്പൊ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ പോകാൻ ഏതാ സ്ഥലം എന്നല്ല ആലോചിക്കുന്നത്, മറിച്ച് ഹിജ്റക്ക് തുല്യമായ ഘട്ടം ഉണ്ടാക്കുന്നു ജീവിതത്തിൽ. അപ്പൊ എന്ത് ചെയ്യും?
അതല്ലെങ്കിൽ അതായത് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ ശത്രുക്കൾ, അതല്ലെങ്കിൽ നിങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ വമാ നഖമു മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ പറയുന്നുണ്ട്. ഈ കിടങ്ങിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടര് അവര് വിശ്വാസികളായ ആളുകളെ മർദ്ദിക്കുന്നതിന്, അവരെ കൊല്ലുന്നതിന്, അവരെ നശിപ്പിക്കുന്നതിന്, അവരെ ഇപ്പോ പറഞ്ഞല്ലോ ഇബാദ ജമാഅത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു ജിനസൈഡിന് അവരെ വിധേയമാക്കുന്നതിന് കാരണം അവർ വിശ്വാസികളാണ്. വമാ നഖമു മിൻഹും, അവർ അവരിൽ ആരോപിക്കുന്ന ഒരേ ഒരു പ്രശ്നം ഇല്ലാ യുമിനു, അവർ യഥാർത്ഥ വിശ്വാസികളാണെന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ വിശ്വാസികളായി എന്നുള്ളതിന്റെ പേരിൽ എന്താണ് കൊല്ലപ്പെടുക, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1447 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അതല്ലെങ്കിൽ മക്കയിലെ എല്ലാ ആളുകളും, ഏകദേശം ഖുറൈശി എന്നുള്ളത് അത്ര പ്രിവിലേജ് ഗോത്രമായതുകൊണ്ട് ബനൂ ഹാഷിമിനെ ഇല്ല ഒരു ആളെയാണ് ഞങ്ങൾ കൊല്ലാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അവർക്കിനി ഒരു ജാഹിലിയ വികാരം വന്ന് ഞങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടെന്ന് കരുതി എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ റസൂലിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാവരും ഒരുമിക്കുക, എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാക്കളെ തെരഞ്ഞെടുത്തിട്ട് മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പുറപ്പെടാം. അപ്പൊ അത്രത്തോളം എത്തിയിരുന്നു. നമ്മുടെ ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വ്യക്തിത്വം ശരിയായാല് മനുഷ്യർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ. വ്യക്തിത്വം ശരിയാക്കണം, അത് ശരിയാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും കളങ്കരഹിതമായ വ്യക്തിത്വം ആരുടേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതായത് നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾ എത്ര നല്ല സമൂഹത്തിലെ എത്ര ആക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടായാലും നിങ്ങൾ ചിലത് പറയുമ്പോൾ നിങ്ങൾ കൊല്ലപ്പെടും. നമ്മള് അതിന്റെയൊക്കെ നേർസാക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പോ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടു, ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ സാലിഹ് ഹറൂറി കൊല്ലപ്പെട്ടു, യഹിയ അയ്യാഷ് കൊല്ലപ്പെട്ടു, അഹമ്മദ് യാസീൻ കൊല്ലപ്പെട്ടു, അബ്ദുൽ അസീസ് റൻതീസി കൊല്ലപ്പെട്ടു. റഹിമഹുല്ലാഹ്, അല്ലാഹു അവരൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഒരുമിച്ചുണ്ട്. അപ്പോ ഹിജ്റക്ക് സമാനമായ അന്തരീക്ഷം ഇന്നും നിലനിൽക്കുന്നുണ്ട്. മക്കയിൽ മുഹാജിറുകൾക്ക് സംഭവിച്ചതിനേക്കാൾ, അതല്ലെങ്കിൽ അതിന് സമാനമായ അതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷം ലോകത്ത് ഗസയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഹിജ്റ നിങ്ങൾക്ക് ചരിത്രത്തിലെ എന്തോ ഒരു ഓർമ്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചരിത്രം എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല, അത് മൊമെന്റ് ആണ് എപ്പോഴും ഉള്ളത്. ഇന്നലെ ഇന്ന് ഇങ്ങനെ 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 ഇസ്ലാമികമായ തനിയാവർത്തനങ്ങൾ, അതിന്റെ ഒരു എന്താണ് വീണ്ടും വീണ്ടും ഉള്ള ഒരു റിപ്പീറ്റേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷമാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് അന്നത്തെ മുഹാജിറുകൾക്ക് അൻസാറുകളുണ്ട്, ഇന്നത്തെ മുഹാജിറുകൾക്ക് അൻസാറുകളില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഇല്ല, ശരിയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുഹാജിർ, റസൂൽ സ്വന്തത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്, ലൗലൽ ഹിജ്റത്തു ലകുൻതു മിനൽ അൻസാർ എന്നാണ്. ഹിജ്റ ചെയ്തവനായിരുന്നില്ല എങ്കിൽ ഞാൻ അൻസാരി എന്നറിയപ്പെട്ടേനെ എന്നാണ്. പക്ഷെ ഹിജ്റ ചെയ്തുകൊണ്ട് റസൂലും മുഹാജിറാണ്. പക്ഷെ അന്നത്തെ മക്കയിലുള്ളത് മുസ്ലിങ്ങളാണ്, മുഹാജിറുകളാണ്. യസ്രിബിൽ ഒരു മുസ്ലിം സമൂഹം ഇവരെ കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ ഒരു കാത്തു നിൽക്കുന്ന മുസ്ലിം സമൂഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര ആത്മവിശ്വാസത്തോടു കൂടി മുസ്ലിം ലോകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പൊതുവിൽ നമുക്കങ്ങനെ പറ്റില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റാവുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോ ഞാൻ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഒന്നും ഈ ഒരു ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അറിയാം ഈ അടുത്ത് നടന്ന മൊത്തത്തിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്ന എസ്കലേഷൻസ്, മറ്റു സംഗതികളൊക്കെ നമുക്കറിയാം. അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പൊ അന്നത്തെ മുഹാജിറുകൾക്ക് അൻസാറുകളുണ്ട്. അപ്പൊ ലോകത്തെ എല്ലാ കാലത്തും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മുഹാജിറും ഒരു അൻസാറും ഉണ്ടാവും. അപ്പൊ അൻസാറുകൾ എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഇസ്ലാമിന്റെ ചോദ്യം അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലെ, കൂനു അൻസാർ അല്ലാഹ്, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ മുഹാജിറുകളാവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അൻസാറുകളാവുക. അൻസാറുകൾ ഒരു മുഹാജിർ അപ്പുറം ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു അൻസാർ ഉണ്ടാവും. അൻസാരികളില്ലാത്ത മുസ്ലിം ലോകമാണ് നിലവിലത്തെ പ്രശ്നം.
മുഹാജിറുകളെ കുറിച്ചൊക്കെ ഉള്ള കണ്ണീർ വേദനയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഗസക്കാർക്ക് ഏത് അൻസാരികളാണുള്ളത്? ഉയ്ഗൂറിലെ മുസ്ലിങ്ങൾക്ക് ഏത് അൻസാരികളാണുള്ളത്? റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഏത് അൻസാരികളാണുള്ളത്? അല്ലെങ്കിൽ ലോകത്തെ മൊത്തം മുഹാജിറുകളായ മനുഷ്യർ, ലോകത്തെ മൊത്തം മുഹാജിറുകളായ മനുഷ്യർ അങ്ങനെ മനസ്സിലാക്കിക്കോളി നമ്മള്. അൻസാറുകൾ ആരാണുള്ളത്? അപ്പൊ അൻസാറുകൾ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു മനോഭാവം മുസ്ലിം സമൂഹത്തിൽ എന്നുണ്ടാകുന്നുവോ അപ്പോൾ മാത്രമേ അള്ളാന്റെ സഹായം കിട്ടുന്ന ഒരു കൂട്ടരായിട്ട് ഈ മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന മുസ്ലിം സമൂഹം മാറുകയുള്ളൂ. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ എങ്ങനെ ക്യാച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇത് ഞാൻ നിങ്ങളുടെ ഒരു കോംപ്രിഹെൻഷൻ സ്കില്ലിനെ ക്വസ്റ്റ്യൻ ചെയ്യല്ല. പക്ഷെ മുസ്ലിം ലോകത്തിന് ഈ ഒരു മുഹാജിറുകൾ അൻസാറുകൾ ഈ ഒരു ബന്ധത്തിലേക്ക് എത്താനുള്ള ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ സമ്മാനിക്കണം, ഹിജ്റ കൊടുക്കേണ്ടത്. കാരണം ഹിജ്റയുടെ ചരിത്രം അതാണ്. ഹിജ്റ നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടോ, നോമ്പെടുത്താൽ ആൾക്കാർ അറിയുന്നത് കൊണ്ടോ, ഹജ്ജ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. പിന്നെ ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മക്ക. നേരെ മുമ്പിൽ മക്ക ഉണ്ട്, നേരെ മുമ്പിൽ കഅബ ഉണ്ട്. അവിടെ നിന്നാണ് 500 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അതായത് ഒരു അസാം തമീമിയുടെ ലേഖനമുണ്ട്. അതായത് ഇതൊരു ഹലാറയാണ്, ഇതൊരു നാഗരികതയുടെ പേരാണ്, ഒരു സിവിലൈസേഷണൽ പ്രൊജക്റ്റാണ് ഇസ്ലാം. ഇന്ന് ലോകത്ത് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരു ഹിജ്റ നടന്നെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒരു സിവിലൈസേഷണൽ പ്രൊജക്റ്റിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടത്. അങ്ങനെയാണ് മക്കയില് ആമുൽ ഹുസ്ന് സംഭവിച്ചു. ഇത് നുബുവത്തിന്റെ 10ാം വർഷം മുതൽ സംഭവിക്കുന്നുണ്ട്. ആമുൽ ഹുസ്നില് ഖദീജ ബീവി, അതുപോലെ തന്നെ അബൂ താലിബ്, ഇങ്ങനെ കുറെ ആളുകളുടെ മരണം സംഭവിക്കും. അപ്പൊ ഇതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടു. ആരും സംരക്ഷണം നൽകുന്നവരില്ല. സംരക്ഷണം നൽകാനുള്ള ആളുകൾ തന്നെ കുടുംബക്കാര് തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോഴാണ് ഒന്ന് ത്വായിഫിൽ പോയി നോക്കുക. ഇപ്പോ മക്ക റസൂലിന്റെ വാപ്പാന്റെ നാടാണ്, ഉമ്മാന്റെ നാടാണ് ത്വായിഫ്. ത്വായിഫിൽ പോയി നോക്കിയാൽ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. ഈ ബന്ധുക്കളും എല്ലാവരും ഒക്കെയാണ് ഈ സപ്പോർട്ട് നൽകാന്നൊക്കെ നമുക്ക് തോന്നും. ഇസ്ലാമിക ചരിത്രത്തില് ഈ ബന്ധുക്കളായ ആളുകൾ ആദർശത്തിന് സപ്പോർട്ട് നൽകിയ ഒരു ചരിത്രം ഒന്നും കാണാൻ പറ്റില്ല. ആദർശ ബന്ധുക്കൾ എന്ന് പറഞ്ഞ വേറൊരു കൂട്ടരുണ്ട്. ബന്ധുക്കൾ പലപ്പോഴും ഈ ആദർശത്തിന് വിപരീതം നിൽക്കുന്ന ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. അപ്പോഴാണ് ഈ ടെസ്റ്റ് വരുള്ളൂ. ഈ ഭൂമിയിൽ മൊത്തത്തിൽ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ആണ് മൊത്തത്തിൽ ഈ ലോകം എന്ന് പറയുമ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരു പ്രശ്നം വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അള്ളാഹ് ഇത് വെക്കുക. അപ്പൊ ആദർശ ബന്ധുക്കൾ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മള് ഈ കാര്യം ഒക്കെ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ആദർശ ബന്ധുത്വത്തിന്റെ പേരിലാണ്. ഈ ആദർശ ബന്ധുത്വം എന്ന് പറയുന്ന ഈ കാര്യത്തില് ചെറുതല്ലാത്ത രീതിയിൽ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മള് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും പ്രാവർത്തികമായി വേറൊരു ആദർശ ബന്ധുക്കൾ അപ്പുറം ഉണ്ടാക്കി. ഇപ്പൊ ത്വായിഫില് പോയപ്പോ റസൂലിന് കല്ലേറ് കിട്ടിയതാണ്. റസൂൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച ദിവസത്തിൽ പെട്ടതാണ് ത്വായിഫില് പോയ ദിവസം. കാരണം മക്കയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല. ശരി, ത്വായിഫില് പോയപ്പോ എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ കിരാദർ നബിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോൾ പരിഹാസ്യനായി അകറ്റുമ്പോൾ അള്ളാന്റെ നബിയോർ അന്നേരം മോദി അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് കവിതകൾ. ഇത് ഈ കല്ലേറ് കൊണ്ടിട്ട് റസൂലിന്റെ മുഖത്ത് നിന്ന് ചോര പൊടിഞ്ഞു. അപ്പോ ഇത് ത്വായിഫിന് സപ്പോർട്ട് കിട്ടിയില്ല. അതായത് തൊട്ടടുത്തുള്ള പ്രദേശമാണ്, മക്കയുടെ തൊട്ടടുത്തുള്ള പ്രദേശം. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇത് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഇസ്ലാം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളിലേക്ക് ചേർത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഈ എന്തൊക്കെയോ ഞാനൊരു വ്യക്തി അതല്ലെങ്കിൽ ഞങ്ങളൊരു 10-100 പേര് എന്താണ് ഇസ്ലാമിന് വേണ്ടി, ഒരു 10-100 പേര് ഇസ്ലാമിന് വേണ്ടി ചെയ്ത വലിയ കാര്യമാണ് പിന്നീട് ചരിത്രത്തിൽ വലിയ കാര്യം കിട്ടും. ഇപ്പൊ സ്ട്രൈവ് യുകെയുടെ ആളുകൾ ഇപ്പൊ ഇവിടെ ഇതിലിരുന്നിട്ട്
ഞങ്ങളിപ്പോ എന്താണ് ഇപ്പൊ എന്തോ ഒരു കുറച്ച് ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാന്നുള്ളതല്ല, മറിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇസ്ലാം അതിന്റെ യഥാർത്ഥ സാന്ദ്രതയോടുകൂടി ഡെൻസിറ്റിയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് യഥാർത്ഥ ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് സൃഷ്ടിക്കുന്ന വലിയ റിഫ്ലക്ഷൻസ് ആണ്. അതാണ് ഒന്നാം അക്കബ ഉടമ്പടിയും രണ്ടാം അക്കബ ഉടമ്പടിയും. പഴയ ജാഹിലിയ കാല ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകള് അവർക്ക് മുമ്പില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പരിചയപ്പെടുത്തണം. അവർക്ക് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈമറിനെ അയക്കുകയാണ്. അത് അവിടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ ഫുൾ ടൈമറാണ് അദ്ദേഹം. അവിടേക്ക് പറഞ്ഞയക്കാം. അവിടേക്ക് പറഞ്ഞയച്ച് അദ്ദേഹം ഇവിടെ റസൂലിന് മൊത്തത്തിലൊരു 100 ചില്ലാൻ ആൾക്കാർ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ചില പ്രദേശങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും കേട്ടോ. അതായത് റസൂല് മൊത്തത്തിൽ 13 കൊല്ലം പണിയെടുത്തിട്ട് 100 ചില്ലറ ആളുകളെ കിട്ടിയിട്ടുള്ളൂ. കാരണം ഈ ബദർ യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാലോ മൊത്തത്തിൽ 313 പേരുള്ളൂ എന്നുള്ളത് നമ്മൾ പറയാറ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബദർ യുദ്ധം നടക്കുന്നത് ഹിജ്റ ചെയ്ത് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഹിജ്റ ചെയ്യുന്ന സമയത്ത് അതിലും അത്രയോ ശുഷ്കമായ ആളുകളാണ് ഉള്ളത്. അപ്പൊ റസൂലിന് അവിടെ കിട്ടിയ 13 കൊല്ലം കൊണ്ട് കിട്ടിയ ആളുകൾ 1 കൊല്ലം കൊണ്ട് മുസ്അബ് ബിൻ ഉമൈറിന് മദീനയിൽ കിട്ടി, അതായത് യസ്രിബിൽ കിട്ടി. അതായത് ഈ ലോകത്തെ മനുഷ്യരെ ഒരിക്കലും നമ്മൾ ഈ അൽഗോരിത കണക്ക് ഇങ്ങനെ വെക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഈ മണി ചെയിൻ പോലെ ഇങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ 1, 2, 3, 4 എന്നൊന്നുമല്ല. ഇസ്ലാം വളരെ അത്ഭുതകരമായിട്ടാണ് പ്രവർത്തിക്കുക. അവിടെ ചെന്ന് വേറൊരു നാട്ടിൽ വേഗം വേര് പിടിക്കുന്നു. അപ്പൊ അവിടെയുള്ള ആളുകളുമായിട്ട് പിന്നീടുള്ള റസൂലിന്റെ ടൈഅപ്പുകൾ, റസൂലിന്റെ അത്തരത്തിലുള്ള സംസാരങ്ങൾ, റസൂലിന്റെ ആഭിഷേകമായിട്ടുള്ള ഡെലിഗേഷനുകൾ, ഇതാണ് യഥാർത്ഥത്തിൽ ഹിജ്റ സംഭവം. ഒരു 3 വർഷം എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അതിന് മുമ്പിലുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ എന്താണ്? ഇതാണ് ഹിജ്റ നമ്മളോട്, മുസ്ലിം ലോകത്തിന്റെ പ്രിപ്പറേഷൻ എന്താണ്, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണ്? അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ, നിങ്ങളവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനുകൾ എന്താണ്? ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെയാണല്ലോ. അതായത് ഇസ്ലാമിനെ ഈ ലോകത്തിന് മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്? ഇത് നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഹിജ്റയുടേത് എന്ന് പറയും. അപ്പൊ അതിനുവേണ്ടി നമ്മള് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചന ഞാൻ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഈ ഹിജ്റ നമുക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഈ ചരിത്ര സന്ദർഭത്തിൽ നിന്ന് നമുക്കുള്ളൊരു പാഠം എന്നുള്ള നിലക്ക് നമുക്ക് ആവശ്യമുള്ളൊരു ഘട്ടം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ നമുക്കുള്ളൊരു വേ ഫോർവേഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉപകാരപ്പെടാവുന്ന ഒരു അതിലെ ചരിത്ര ഘട്ടങ്ങൾ എന്താണ്, അതല്ലെങ്കിൽ അതിലെ മൈൽ സ്റ്റോൺസ് എന്താണ്, ഇത് നമുക്ക് നമ്മുടെ വായനയിലൂടെയും മറ്റുമൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഇതൊരു പ്രഭാഷണത്തിൽ പറയേണ്ടതല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രിവിലേജ്, ആ പ്രിവിലേജ് എന്നുള്ളത് ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിവിലേജ് എന്നുള്ളത്, അതായത് മക്കക്കാരനായ ഖുറൈശിയായ റസൂലാണ് പ്രിവിലേജ് ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അവിടേക്ക് മദീനയിലേക്ക് പോകുന്നത്. അതായത് ഒപ്പം തന്നെ അൽ അശ്റത്തുൽ മുബശ്ശറ എന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ നമ്മൾ പറയുന്ന അബൂ ഉബൈദത്തുൽ ജറാഹ് വരെയുള്ള 10 പേർ, ഈ 10 ആളുകളും മക്കയിൽ അറിയപ്പെട്ട അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ഹോൾഡൊക്കെ ഉള്ള മനുഷ്യന്മാരാണ്. ഇവര് തീരുമാനിക്കണം, അല്ലാതെ ഈ കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിടണം എന്നവർ തീരുമാനിക്കാം. അവർക്കിപ്പോ അവരുടെ ഇസ്ലാം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മക്കയിൽ തന്നെ അവർക്കൊരു സംരക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സമയത്താണ് ആദ്യം, രണ്ടാമത്തെ ഹിജ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമാണ് പോകുന്നത്. ആദ്യം ഹിജ്റ പോകാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഹാരിസ് ഇബ്നു ദുഗന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, താങ്കൾ എന്തിനാണ് താങ്കളെ പോലുള്ള ഒരാൾ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ഒരാളാണ്, താങ്കൾ എന്തിനാണ് ഇവിടുന്ന് പോകുന്നത്? താങ്കൾ പോകേണ്ടതില്ല, താങ്കൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവേണ്ട ആൾ. മിസ്ലുക്ക ലാ യഖ്റുജ് വലാ യുഖ്റജ്, താങ്കളെ പോലുള്ള ഒരാൾ ഇവിടുന്ന് പോകാനും പാടില്ല, പുറത്താക്കപ്പെടാനും പാടില്ല. അതുകൊണ്ട് ഞാനുണ്ട് താങ്കളുടെ കൂടെ.
അപ്പോ ചില ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല, നമ്മുടെ കൂടെ കുറെ ആൾക്കാരുണ്ടെന്നൊക്കെ തോന്നും. അപ്പോ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഇദ്ദേഹം കൂടെ കൊണ്ടുപോയി. പക്ഷെ ഇദ്ദേഹം കൂടെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം സംരക്ഷിച്ചു, പക്ഷെ അദ്ദേഹത്തോട് ശത്രുക്കൾ ഷർത്ത് വെച്ചു. വീണ്ടും അദ്ദേഹത്തോട് ശത്രുക്കൾ പറഞ്ഞത്, നീ അബൂബക്കറിനെ ഏറ്റെടുത്തൊക്കെ ശരിയാണ്, പക്ഷെ അബൂബക്കർ ഞങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ അബൂബക്കറിന് സംരക്ഷണം കൊടുത്തോളി. എന്നല്ല, അബൂബക്കർ നമസ്കരിക്കുമ്പോൾ ഒച്ച പുറത്ത് വെക്കരുത്. അബൂബക്കർ ഖുർആൻ ഓതുമ്പോ ഖുർആൻ പുറത്ത് വെക്കരുത്, അതിന്റെ തലഫുള്ള് പുറത്ത് വെക്കാൻ പാടില്ല. അപ്പൊ അത് ആദ്യഘട്ടത്തില് ചിലപ്പോ നമ്മൾ അറിയുമല്ലോ, സഹിഘട്ടം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ രണ്ടാമത്തെ ഒരു ഘട്ടം എത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ഓതുന്ന ഖുർആൻ പാരായണം പുറത്ത് കേൾക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഖുറൈശികളുടെ പരാതി. അങ്ങനെ ഹാരിസ് ഇബ്നു ദുഗ്നയോട് ഖുറൈശികൾ വന്ന് പറയാൻ തുടങ്ങി, നീ ഇങ്ങനെ സംരക്ഷണം കൊടുത്തിട്ടും ഇവനെ ഉറക്ക ഖുർആൻ ഓതാം. അപ്പൊ ഇതിങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ സംരക്ഷണ അമ്മാവന്മാർ നമ്മളിപ്പോ പൊതുവിൽ ഇങ്ങനെ പറയും, അതേപോലെ നീ സംരക്ഷിച്ചിട്ട് മാത്രം എനിക്ക് എന്റെ ഇസ്ലാമിനെ നിലനിർത്താൻ പറ്റൂല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പോ ഇന്ത്യ മുസ്ലിങ്ങൾ മൊത്തത്തിൽ സംരക്ഷിച്ചോളാം, നിങ്ങള് ഇസ്ലാമിൽ കുറച്ച് വെള്ളം ചേർത്താൻ എന്നൊക്കെ ആൾക്കാർ പറയും. ഇന്ത്യ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇസ്ലാമിന് മാത്രമേ പറ്റുള്ളൂ. ഏതെങ്കിലും ഈ ആളുകൾക്ക് ഇന്ത്യ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനൊന്നും പറ്റില്ല. ലോക മുസ്ലിങ്ങളെ സംരക്ഷിക്കാനും ഇസ്ലാമിന് മാത്രമേ പറ്റുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഇസ്ലാം നിങ്ങൾ മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചാലും ഇവിടെ തന്നെ മക്കയിൽ നിൽക്കാം എന്ന് പറഞ്ഞപ്പോ ഹാരിസ് ഇബ്നു ദുഗ്നയോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ സംരക്ഷണം ഇതാ ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു, എന്റെ സംരക്ഷണം ഞാനിത് അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു എന്നോ. അതായത് അത് തിരിച്ചു കൊടുത്തു. അപ്പൊ ഹാരിസ് ഇബ്നു ദുഗ്ന ഒഴിയുകയും ചെയ്തു. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതൊരു സമയമാണ്, ഇതൊരു സന്ദർഭമാണ്. അപ്പൊ പല രീതിയിൽ ഹിജ്റക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇസ്ലാമികമായി നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു പ്രിവിലേജ്, പ്രത്യേകിച്ചും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരാള് അങ്ങനത്തെ വലിയൊരു ബനീ തമീം ഗോത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, വലിയ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് സ്വയം നിലക്ക് തന്നെ അദ്ദേഹത്തിന് ഒരു പദവി അവിടെ ഉണ്ട്, മക്കക്കാർ പതിച്ചു നൽകിയ ഒരു പദവിയുണ്ട്. ഈ പദവികളൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് കൂടിയാണ് മുഹാജിറായിട്ട് ഒരാൾ പോകുന്നത്. അപ്പോ നമ്മൾ എന്ത് സാക്രിഫൈ ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മൾ ആലോചിക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ, വേണമെങ്കിൽ നിങ്ങൾ വിട്ടോ മക്കളെ നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. പക്ഷെ അള്ളാഹ് വെച്ചത് അവിടെ അങ്ങനെയല്ല. ആരെങ്കിലും ഹിജ്റ ചെയ്യുന്നില്ലെങ്കിൽ ഇസ്ലാമും വിലായത്തെയും ചെയ്യുന്ന അവർക്ക് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാന്ന്. അപ്പൊ ഇസ്ലാമുമായിട്ടുള്ള ഒരു സാക്രിഫൈസ് തെളിയിക്കുന്നതിന്റെ ഒരു ഘട്ടമായിട്ട് വെക്കുകയാണ് ശരി. ഇപ്പോ നമ്മൾ ഷഹാദത്തിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, ജിഹാദിനെ കുറിച്ച് പറയാറുണ്ട്. അതിലേക്ക് തന്നെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയും. ഹിജ്റ. അപ്പൊ പുതിയ കാലത്ത് ഹിജ്റയുടെ മാനങ്ങൾ, ഇപ്പൊ ലോകത്ത് മനുഷ്യർ തന്നെ ഹിജ്റക്ക് പോലും വകുപ്പില്ലാതാക്കിയ കാലമാണ്. അതായത് അള്ളാന്റെ ഭൂമി എന്നുള്ളതിനെ പോലും മനുഷ്യന്മാര് മുറിച്ച കാലമാണ്. അതായത് ഇന്ന സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് പോകാൻ മനുഷ്യർക്ക് നിബന്ധനകളും വിലക്കുകളും ഇതൊക്കെയുള്ള സ്ഥലം, അതായത് ഞങ്ങളുടെ സ്ഥലം, അതല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലം. അപ്പോ അലം തക്കുൻ അർദുല്ലാഹി വാസിയ ഫതുഹാജിറു ഫിഹാ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന പോലെ, ഭൂമി ഇത്ര വിശാലമാണല്ലോ, നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പണിയെടുത്തൂടെ എന്ന് പറയുന്ന. അപ്പൊ ഇന്ത്യൻ മുസ്ലിങ്ങൾ വേറെ രാജ്യത്തെ കുറിച്ച് പറയുന്നതെങ്കിൽ അതിന്റെ വേറെ സാധ്യതകൾ, സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലും വേറൊരു രീതിയിൽ മനുഷ്യരുടെ ഒരു മൊബിലിറ്റിയെ കുറിച്ച് പോലും തളച്ചിട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ. അപ്പോ പാസ്പോർട്ട് റൂളുകള്, വിസ റൂളുകള്, നമുക്കറിയാലോ. ഇപ്പൊ ലോകത്ത് മൊത്തത്തിൽ ഈ മനുഷ്യർ എന്നുള്ള നിലക്കുള്ള വലുപ്പവും ചെറുപ്പവും പദവിയും റാങ്കിങ്ങും ഒക്കെ നമ്മൾ പറയും ലോകത്തുള്ള മനുഷ്യരൊക്കെ ഒന്നാണെന്ന്. പക്ഷെ അതുപോലും അങ്ങനെ ഒന്നാകാൻ നിങ്ങളെ സാധിപ്പിക്കുന്ന ദർശനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം മാത്രമാണെന്ന്. വേറൊരു ദർശനത്തിനുമില്ല, വേറൊരു രാജ്യത്തിനുമില്ല. കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേരണം എന്നാണ് ഹജ്ജിലൂടെ ഇസ്ലാം പറയുന്നത്. ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് ചേരണം. ലോകത്തുള്ള എല്ലാവർക്കും ഒരുമിച്ച് ചേരാവുന്ന അമ്നിന്റെയും മസാബത്തിന്റെയും ഒരു സ്ഥലം എന്നാണ്. ലോകത്തുള്ള എല്ലാ സ്ഥലത്തും മനുഷ്യർ എത്തിപ്പെടുക എന്നുള്ളത് അവരുടെ കഴിവിൽപ്പെട്ടതല്ലെങ്കിലും ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു സ്ഥലത്ത് എത്തപ്പെടുക എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യർക്ക് സാധ്യമാകണം ഒരു കൊല്ലത്തിലൊരിക്കൽ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വെച്ചത്. ആയുസ്സിലൊരിക്കൽ മനുഷ്യർ ചെയ്യുന്നു, പക്ഷെ കൊല്ലത്തിലൊരിക്കൽ അത് സംഭവിക്കുന്നു. അപ്പൊ അതിനർത്ഥം ഈ ലോകത്ത് നമ്മൾ ഹിജ്റയെ കുറിച്ച് തനിച്ചാലോചിക്കുമ്പോൾ അതിൻ്റെതായ അങ്ങനെ ഉണ്ടല്ലോ,
വേറൊരു രീതിയിൽ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഭാഷാർത്ഥത്തിൽ ഹിജറ ചെയ്തവരാണ്. നമ്മള് വേറെ പ്രവാസം, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ പോലും നിങ്ങൾ അവിടെ എന്ത് ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നു, മുസ്ലിങ്ങളായി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും നമ്മളായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോ അതിന് കുറെ കൂടി അതൊരു മീനിങ് ഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാനും നമുക്ക് ഈ ഹിജറയെ കുറിച്ചുള്ള ആലോചനകൾ, പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും എന്താണ് ചെയ്തത്, എന്താണ് നമ്മളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ആലോചനയിൽ, പ്രത്യേകിച്ചും മക്കയിലെ പ്രതിസന്ധികള്, പീഡനങ്ങള്, റസൂലിന്റെ ഇസ്ലാമിന്റെ ആദ്യകാലം പ്രബോധനങ്ങള്, ഈ നേരിട്ട പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്. നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോ നമുക്ക് വളരെ പതറും. ചില ആളുകളെങ്കിലും അവർക്ക് ഈ മാർഗത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോ അവർക്ക് എന്താണ്, അവരുടെ ജോലി പ്രശ്നം ഉണ്ടാവും, മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അറിഞ്ഞുകൊണ്ടൊരു പ്രശ്നത്തിലേക്ക് പോയി ചാടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതേസമയം നമ്മളിലേക്ക് ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ എന്തിനാണ് ഇസ്ലാമിന്റെ പേരിൽ ത്യാഗം സഹിച്ച ആളുകളുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിക്കാതെ എന്നിലേക്ക് എത്തിയ ഈ പരീക്ഷണം, അങ്ങനെയെങ്കിൽ ഞാൻ കോറിലേറ്റ് ചെയ്യുന്നത് ആ ഒരു ചരിത്ര സന്ദർഭം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ത്വായിഫിലെ അനുഭവം, നമ്മള് അടുത്തതെന്ന് കരുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി ആളുകളുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കും. അതാണ് ഹിജറയിലെ ത്വായിഫിലെ അനുഭവം നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ മദീനക്കാരായിട്ടുള്ള ഉടമ്പടികൾ, യസ്രിബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മള് അലക്ഷ്യമായിട്ടല്ല ഒന്നും ചെയ്യേണ്ടത്. ഒരു 3 കൊല്ലം കഴിഞ്ഞ് സംഭവിക്കുന്ന ഒരു ഹിജറയ്ക്ക് ഒരു 3 കൊല്ലം മുമ്പിലുള്ള പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണ്? ഇതാണ് ഹിജറ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ചോദ്യം. അതുപോലെ നിങ്ങളെ എത്ര പേര് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അള്ളാഹ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതിനപ്പുറം സംഭവിക്കുന്ന ഒരു കാര്യം എല്ലാവരും വധിക്കാൻ ഉദ്ദേശിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിന് വേറൊരു സ്ഥലത്ത് ഒരു സിവിലൈസേഷൻ തന്നെ പോയി ഉണ്ടാക്കുകയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ മതരാഷ്ട്രം എന്നാണല്ലോ പറയുന്നത്. മതരാഷ്ട്രം യഥാർത്ഥത്തിൽ മദീന രാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആളുകളുടെ ചുരുക്കാണ്. അങ്ങനെയെങ്കിൽ ഈ മദീന രാഷ്ട്രം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യവും ലിബറലിസവും ഒക്കെ പറയുന്ന രാജ്യത്തിന് ആ ലിബറൽ ഡെമോക്രസി പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടിയ പ്രസിഡന്റ് ആരാണ് നിലവിൽ? നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എന്താണ്, വൺ ആൻഡ് ഓൺലി ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ മിഡിൽ ഈസ്റ്റ് എന്ന് സ്വയം പറയുന്ന ഈ ഇസ്രായേല് ലോകത്ത് എന്താണ് അവർ ഉൾക്കൊള്ളുന്ന ഡെമോക്രസിയുടെ ഒരു ഇൻക്ലൂസീവ്നെസ്സോ അതല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസോ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ലോകത്തിന് അറിയാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇസ്ലാം തന്നെയാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ഡിബേറ്റിൽ ഈ ബാഡ് മുസ്ലിം ആയിട്ട് മനസ്സിലാക്കപ്പെടുന്ന മനുഷ്യനാണ്. അതല്ലെങ്കിൽ മിലിറ്റന്റ് ജിഹാദി ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യഥാർത്ഥ ഇസ്ലാമിനെ ഇപ്പുറത്ത് പരിചയപ്പെടുത്താൻ അവർ ഉപയോഗിക്കുന്ന പദങ്ങൾ, ബോധപൂർവ്വം അവർ തിരഞ്ഞെടുക്കുന്ന പദങ്ങൾ ഇപ്പുറത്ത്, അതേസമയം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇപ്പുറത്തെ വളരെ മിസ്റ്റിക് സൂഫി ഈ ഗുഡ് മുസ്ലിംസ് അതല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന വേറൊരു തൊട്ടു തലോടുന്ന വേറൊരു അങ്ങനെ ഉണ്ടല്ലോ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലുമാരും കൂടെ ഈ സന്ദർഭത്തില് ഹിജറ ചെയ്തപ്പോൾ ഉണ്ടായി വരുന്ന വേറൊരു കൂട്ടരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഇസ്ലാമിക ചരിത്രത്തില് ഹിജറ നമ്മളോട് പറയുന്നത് വേറൊരു സംഗതി, ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിം ഉമ്മത്തിൽ എന്തായി മാറും, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുമ്പോൾ മുനാഫിക്കളായിട്ട് ഉണ്ടാകും കൂടെ എന്ന് പഠിപ്പിക്കുന്ന സന്ദർഭം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റുള്ള മനുഷ്യൻ, ആ ചുറ്റുള്ള മനുഷ്യരിൽ എല്ലാ ആളുകളും തനി തങ്കപ്പെട്ട മുഅ്മിനീങ്ങളാണെന്ന് കരുതേണ്ടുന്ന അധിക ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുമുഖത്ത് നിന്ന് ഇസ്ലാം പഠിച്ച ആളുകൾക്ക് പോലും ഇല്ലെങ്കിൽ ലോകത്തുള്ള ആളുകള്, വ്യത്യസ്ത ഭരണകൂടങ്ങള്, വ്യത്യസ്ത മനുഷ്യര്, പണ്ഡിതര്, ഇവരെന്താ ഇങ്ങനെയൊന്നും കരുതണ്ട. പലർക്കും നിഫാക്ക് പല രീതിയിൽ ബാധിച്ച മനുഷ്യരുണ്ടാകും. ഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ മനസ്സിലെ ഒരു മറല് രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറള, അള്ളാഹു ആ രോഗം അവർക്ക് അധികരിപ്പിച്ചു കൊടുക്കുമെന്നാണ് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത്. ഏറ്റവും അടിയിൽ മുനാഫിക്കുകൾ പ്രവേശിക്കുമെന്നല്ല പറഞ്ഞത്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, ഏറ്റവും അടിയിൽ അവരാണ് എന്നാണ് പറഞ്ഞത്. അവർക്ക് മേലെയാണ് ബാക്കിയുള്ളവർ വന്ന് ചാടുക. അപ്പോ ഈ മുസ്ലിം സമൂഹത്തിൽ ഉൾപ്പെടുന്ന മുനാഫിക്കുകൾ എന്നുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൂടിയാണത്. അതായത് ഇസ്ലാം എന്ത് ആയിട്ട് പുരോഗതി പ്രാപിക്കുന്നോ അതിനെതിരെ പണിയെടുക്കുന്ന മുസ്ലിം സമൂഹത്തിലെ തന്നെ ആളുകൾ, ഇങ്ങനൊരു കാറ്റഗറി ലോകത്ത് ഉണ്ടാവും കേട്ടോ. നമ്മൾ മുനാഫിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നുണ പറയുന്നവര്, വഞ്ചിക്കുന്നവരെന്നൊക്കെ പറയുന്ന ഒരു സിമ്പിളായ കാര്യമാണ് പറയാറ്. അത് വ്യക്തിതലത്തിൽ ശരിയാണ്. പക്ഷെ ഇതിന് രാഷ്ട്രരൂപം ഉണ്ടാവും,
സഖ്യങ്ങൾ, ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള സഖ്യകക്ഷികളായിട്ട് അവർ വരും. ഇപ്പൊ നമുക്ക് ചുറ്റും അറിയുന്ന പേരിന് മുസ്ലിങ്ങളായിട്ടൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ മുനാഫിക്കുകൾ രാഷ്ട്രരൂപം സ്വീകരിച്ച് അന്ന് ബനു അഹ്സാബില്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബില് പറയുന്നത് പോലെ മദീനയിൽ എത്തിയിട്ട് എല്ലാവരും ഇസ്ലാമിനെ തീർത്തങ്ങോട്ട് കളയാന്ന് കരുതും. പക്ഷെ ആരെ സപ്പോർട്ടോട് കൂടിയാ? മുനാഫിക്കുകളുടെ സപ്പോർട്ടോട്. മുനാഫിക്കുകള് യുദ്ധത്തിന് ഇല്ല എന്ന് പറയും. പക്ഷെ അതേസമയം തന്നെ അപ്പുറത്ത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധത്തിന്റെ ഉള്ള എല്ലാ പടയണികളും മുറുക്കുന്നതിന് പിന്നിൽ, മറ്റുള്ളവർക്ക് ദൂതുകൾ കൊടുക്കുന്നതിന് പിന്നിൽ അവരായിട്ട് ഉണ്ടാവും. അപ്പോ ഇത്തരത്തിലുള്ള ഞാൻ കുറച്ച് ചരിത്ര സന്ദർഭങ്ങളെ ചേർത്ത് പറയാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അപ്പൊ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഒരു ഓർമ്മ മാത്രമല്ല, അവരുടെ ചരിത്രത്തിലെ ഈ ഒരു നിർണായക ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഹിജ്റയെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ സമകാലിക സന്ദർഭങ്ങളിൽ കുറെ വെളിച്ചം വീശുന്ന അനുഭവങ്ങളെക്കാൾ കൂടുതൽ അവർക്കൊരു പ്രയോഗവൽക്കരണത്തിന് സാധ്യതകൾ ആവശ്യപ്പെടുന്ന ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ് ഹിജ്റ എന്ന് പറയുന്നത്. മുഹറത്തെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. മുഹറം എന്നുള്ളത് ആ നിലക്ക് നമുക്ക് ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ റെസൊല്യൂഷൻ, നമ്മുടെ ഒരു വ്യക്തിപരമായ റെസൊല്യൂഷനുകൾ, ഒരു ആസ് എ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് നമ്മുടെ കൂട്ടായ്മകൾ എന്നുള്ള നിലക്കുള്ള നമ്മുടെ റെക്ടിഫിക്കേഷനുകൾ, നമ്മുടെ ഒരു ആലോചനകൾ എന്തൊക്കെയാണ് അതിൽ സാധ്യമാകുന്നതിന്റെ പരമാവധി ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മളോട് ആവശ്യപ്പെടുന്ന സമയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ബസീറത്ത് നൽകി നമ്മളെയും മുസ്ലിം ഉമ്മത്തിനെയും എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.